ലൈംഗിക ചുവയുള്ള സന്ദേശം അയച്ചു എന്ന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുന്നതിൽ കോൺഗ്രസ് നേതാക്കൾ രണ്ട് തട്ടിൽ. നിയമസംവിധാനത്തിന് മുന്നിലോ പാർട്ടിയിലോ പരാതിയില്ലാത്ത സാഹചര്യത്തിൽ രാജിവെക്കേണ്ട എന്ന നിലപാടിലാണ് ഒരു വിഭാഗമുള്ളത്. എന്നാൽ സാങ്കേതികത്വത്തിൽ പിടിച്ചു നിൽക്കാതെ നിയമസഭാംഗത്വം രാജിവെക്കണമെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള മറുവിഭാഗം. Already he said what he has said, and I think this chapter is over because he has resigned from the Youth Congress. We didn't get any kind of complaint, and not in the police station also there is no FIR lodged against him. I didn't get any complaint. I will ask the opposition party to look into their party matters first and then tell about Congress. He's a elected representative. ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും. വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ചെയ്യും. അതിൻ്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ 24 hours ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു. ബാക്കി പാർട്ടി അത് പരിശോധിക്കും, അന്വേഷിക്കും. ഇതിനൊരു പ്രൊസീജിയറുണ്ട്, സിസ്റ്റമുണ്ട്. എന്നിട്ട് നോക്കാം. ഞാൻ CPM എന്ത് ചെയ്യുന്നു, BJP എന്ത് ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നാവനക്കാൻ ഉള്ള അവകാശമില്ല. കാരണം അവർ ഓരോ കേസിൽ ഒന്നല്ലല്ലോ, ഒന്നാണോ? ഞാൻ പറഞ്ഞ മാതിരി കോഴി ഫാമാണ്. ഒരു വിരൽ ഞങ്ങളുടെ നേരെ ചൂണ്ടുമ്പോൾ ബാക്കി കയ്യിലെ വിരലുകളെല്ലാം സ്വന്തം നെഞ്ചത്തോണ്ടാണ് ചൂണ്ടുന്നതെന്ന് ചൂണ്ടുന്നവർക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾ നോക്കിക്കോ. ഇതിൻ്റെ അകത്ത് കേരളത്തിലെ കോൺഗ്രസ് ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നൊരു ആവശ്യം വരുന്നുണ്ട്. KPCC അധ്യക്ഷന്റെ പേഴ്സണൽ അഭിപ്രായം എന്താണ്? എനിക്കൊരു പേഴ്സണൽ അഭിപ്രായമില്ല. പാർട്ടി ഇപ്പോൾ ആ കാര്യം ആലോചിച്ചിട്ടില്ല. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിരോധം തീർത്ത് ഷാഫി പറമ്പിൽ MP. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ രാജിവെച്ചത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണെന്നും MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇങ്ങനൊരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ രാജ്യസന്നദ്ധത സ്വമേധയാ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വം മറ്റു പാർട്ടികൾ നടത്തുന്ന അതേ ശൈലി എല്ലാ കാര്യത്തിലും തുടരേണ്ട കാര്യമില്ല, ആ തീരുമാനത്തെ ശരിവെക്കുകയും അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന്, പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് ഒഴിയുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നില്ല. അദ്ദേഹത്തിൻ്റെ തീരുമാനം പാർട്ടി അറിയിച്ചു, പാർട്ടി അത് അംഗീകരിക്കുന്നു, ആ തീരുമാനം ഒഴിയുകയും ചെയ്തിരിക്കുന്നു. അത് ഒഴിഞ്ഞു കഴിഞ്ഞിട്ടും ഈ പറയുന്നത് പോലെ കോൺഗ്രസ് എന്ത് ചെയ്തു, കോൺഗ്രസിനെ പിന്നെയും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രതികരണമൊക്കെ ശരിക്കും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. കോൺഗ്രസിനെ ധാർമ്മികത പഠിപ്പിക്കുകയാണ് ഇതിനകത്താണ്. ബീഹാറിൽ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നതിൻ്റെ കാര്യത്തിലൊക്കെ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന, ടൈറ്റിൽ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി. R. ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. R. ശ്രീജിത്ത്, ഈ MLA സ്ഥാനം രാജിവെക്കണം എന്ന നിലപാടിൽ ഒരു നേതാക്കൾ നിൽക്കുന്നു. അതേസമയം പരാതിയോ കേസോ ഒന്നും ഇതുവരെ ഇല്ലാത്തതിനാൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ച് മറ്റു ചില നേതാക്കളും നിൽക്കുന്നു. എങ്ങനെയാണ് കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകൾ? ഈ MLA സ്ഥാനത്തു നിന്നുള്ള രാജി വേണം എന്നുള്ളൊരാവശ്യം വലിയൊരു സമ്മർദ്ദമായി നേതൃത്വത്തിന് മുമ്പിലേക്ക് വരുന്ന സാഹചര്യമുണ്ടോ R. ശ്രീജിത്ത്, ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം വേഗത്തിൽ രാജിവെച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം ഒഴിയുന്ന കാര്യത്തിൽ പാർട്ടിയിലെ നേതൃത്വം, കോൺഗ്രസ് പാർട്ടിയിലെ നേതൃത്വം രണ്ട് തട്ടിലാണ്. ഭിന്നാഭിപ്രായങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് ഉയരുന്നത്. സാങ്കേതികത്വത്തിൽ പിടിച്ചു തൂങ്ങാതെ അല്ലെങ്കിൽ കോൺഗ്രസോ CPM ഓ BJP യോ എന്തു ചെയ്തുവെന്ന് നോക്കാതെ കോൺഗ്രസ് ഇക്കാര്യത്തിലൊരു ശക്തമായ നിലപാടെടുക്കണം എന്ന അഭിപ്രായം പാർട്ടിക്കകത്ത് ശക്തമായി വളരുന്നുണ്ട്. അതൊരു സമ്മർദ്ദമായി മാറുന്നുണ്ട്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വം രാജിവെക്കണം എന്ന ആവശ്യത്തിൻ്റെ പിൻബലമായി മാറുന്നത്. ഈ കാര്യത്തിൽ മാതൃകാപരമായൊരു സമീപനം സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകണം, കോൺഗ്രസ് മുന്നോട്ട് വരണം എന്ന ആവശ്യമാണ് ശക്തമായി കോൺഗ്രസിനകത്ത് ഉയരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകൾ ഈ ശക്തമായ നിലപാടിന് പിന്നിലാണ്. എന്നാൽ ഈ മറുവിഭാഗമാകട്ടെ ഒരു പരാതിയോ അല്ലെങ്കിൽ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പാർട്ടിക്കകത്തോ രേഖാമൂലമുള്ള ഒരു പരാതിയുമില്ലാതെ എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം? അങ്ങനെ രാജിവെച്ചാൽ അത് തെറ്റായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കില്ലേ എന്ന വാദം ഉയർത്തി മറുവിഭാഗം ഇതിനെ എതിർക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ കാര്യത്തിൽ രാജിവെക്കണം എന്ന അഭിപ്രായത്തിലാണ് പാർട്ടിക്കകത്ത് മുൻതൂക്കം. കാരണം കൂടുതൽ പരാതികൾ ഉയർന്നു വരാനിടയുണ്ട്. ഇനിയും അത്തരം പരാതികൾ പുറത്തു വന്നേക്കാം. അപ്പോൾ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന പരാതി
പരാതികളിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, പരാതികൾ അനവധിയാണ്. അപ്പോൾ ഇനിയും പരാതികൾ ഉയർന്നു വരാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് കൈക്കൊള്ളണം എന്ന ആവശ്യമാണിപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ശക്തമായി ഉയർന്നത്. മുന്നണിയിലെ പല ഘടകകക്ഷികൾക്കും സമാനമായ അഭിപ്രായമുണ്ട്. എങ്കിൽ പോലും കോൺഗ്രസിൻ്റെ ഒരു ആഭ്യന്തര വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നതിൻ്റെ പരിമിതി മനസ്സിലാക്കി അവർ അർത്ഥഗർഭമായ ചില പ്രതികരണങ്ങളിലൂടെ ഒഴിഞ്ഞു മാറുകയാണ്. ശ്രീത്ത്, മറ്റൊന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞത് സ്വമേധയാണോ അതോ ഒരു പാർട്ടി ഒരു നടപടിയായി സ്വീകരിച്ചതാണോ എന്നത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളിലെ ഭിന്നതയാണ്. ഇന്നലെ 24-നോട് ബീഹാറിൽ വെച്ച് സംസാരിക്കുന്ന ഘട്ടത്തിൽ KC വേണുഗോപാൽ അതിനൊരു നടപടി എന്നുള്ള നിലയിലാണ് വിശദീകരിച്ചത്. പക്ഷേ ഇന്ന് ദീപാദാസ് മുൻഷി മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ സ്വമേധയാ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കുകയായിരുന്നു എന്നൊരു പ്രതികരണം നടത്തി. ഇതിലൊരു ഭിന്നാഭിപ്രായം കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടു എന്നത് വിലയിരുത്തുന്നുണ്ട്, ആ രണ്ട് പ്രതികരണങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട്. എന്താണ് അതിൽ സംഭവിക്കുന്നത് ശ്രീ? ശ്രീജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വത്തിൽ തുടരുകയും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കുകയും ചെയ്തത് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. രാജിവെക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിക്ക് തയ്യാറായത്. ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതിന് മുമ്പും പരാതിയില്ലല്ലോ, അല്ലെങ്കിൽ മറ്റ് രേഖാമൂലമുള്ള പരാതി പാർട്ടിക്കോ പോലീസിലോ ഇല്ലല്ലോ എന്നൊക്കെയുള്ള വാദം രാഹുലും അനുകൂലികളും ഉയർത്തിയിരുന്നു. എന്നാൽ അതൊന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് കണക്കിലെടുത്തില്ല. ഉയർന്നു വന്ന പരാതികളുടെ ഗൗരവസ്ഥിതി കണക്കിലെടുത്ത്, ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെയാണ് അനിവാര്യമായ നടപടിയിലേക്ക് നീങ്ങണമെന്ന നിർദ്ദേശം KPCC അധ്യക്ഷൻ നൽകിയത്. അതിന് ഇൻസ്ട്രുമെൻ്റായി പ്രവർത്തിച്ചത് കേരളത്തിൽ ചുമതലയുള്ള AIC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ്. എങ്കിലും അവർ തുറന്നു പരസ്യമായിട്ടുള്ള പ്രതികരണത്തിൽ ഒരു മിതത്വം പാലിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് കാരണം കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം കൂടി അവർക്കുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഈ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ ഒരു ഭിന്നാഭിപ്രായമുണ്ടോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് കരുതാൻ ഇപ്പോൾ കഴിയുന്നില്ല. ശ്രീ, ഹൈക്കമാൻഡിൻ്റെ മനസ്സിലും MLA സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ അതിൻ്റെ സാഹചര്യമില്ല, പരാതിയോ കേസോ ഇല്ലാത്തതിനാൽ നിലവിൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്ന് MLA സ്ഥാനം നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്നൊരു നിലപാടിലാണോ ഹൈക്കമാൻഡുമുള്ളത്? ഹൈക്കമാൻഡിൻ്റെ ഇത് സംബന്ധിച്ച നിലപാട് ഏതു തരത്തിലാണ്? അതിൻ്റെ സൂചനയുണ്ടോ? സ്വാഭാവികമായും ഈ പാർട്ടിക്കകത്ത് MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം ഉയർത്തുന്നവരുടെയൊക്കെ പരാതികളൊക്കെ ഹൈക്കമാൻഡിന് മുമ്പിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. ഹൈക്കമാൻഡ് എന്താണ് അതിലൊരു നിലപാടായി സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാവുന്നത് ശ്രീ? ശ്രീജിത്ത്, നിലവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വം രാജിവെക്കണമെന്നൊരു നിലപാടിലേക്ക് എത്തിയിട്ടില്ല. കേരളത്തിൽ നടക്കുന്ന ചർച്ചകളുടെയും മറ്റ് അടിസ്ഥാനത്തിലായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ പോകുന്നത്. ഇപ്പോൾ ആരോപണത്തിൻ്റെ നിജസ്ഥിതി പരിഗണിച്ച് ആദ്യഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ നീക്കി അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെട്ട് അത് വാങ്ങി. നേരത്തെ പാലോട് രവിയുടെയും മറ്റും കേസിലുണ്ടായ അതേ മാതൃകയിലുള്ള ഒരു നടപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിയും ആവശ്യപ്പെട്ട് വാങ്ങുകയായിരുന്നു. എന്നാൽ നിയമസഭാംഗത്വം രാജിവെക്കുന്നത് അത്ര കണ്ട് എളുപ്പമുള്ള കാര്യമല്ല. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA എന്ന നിലയിൽ പരാതികൾ രേഖാമൂലമോ മറ്റു നിയമ സംവിധാനത്തിന് മുൻപിലോ ഇല്ലാത്ത സ്ഥിതിക്ക് എന്തിനു രാജിവെക്കണം എന്നൊരു ചോദ്യമുണ്ട്. അതാണ് നിലവിൽ ഇതുവരെ പരാതികളില്ലാതെ രാജിവെച്ച ഒരു കീഴ്വഴക്കം കോൺഗ്രസിന് മുന്നിലില്ല. എന്നാൽ ഉയർന്നു വരുന്ന പരാതികളുടെ ഗൗരവസ്ഥിതി, ഒപ്പം തന്നെ സാഹചര്യം സങ്കീർണമാകുന്നുണ്ടോ എന്നതൊക്കെ നോക്കിയായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കുക. അതിനു മുമ്പ് കേരളത്തിലെ പാർട്ടിയുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ ആരായുമെന്നതിൽ തർക്കമില്ല. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.